കോൺഗ്രസ് നേതാക്കൾക്കെതിരെ 500 കോടി രൂപയുടെ മാനനഷ്ട കേസ്. ഗൗരവ് ഗൊഗോയ്, ജിതേന്ദ്ര സിംഗ്, ഭൂപേഷ് ബാഗൽ എന്നിവർക്കെതിരെയാണ് കേസ്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയത്. തന്റെ പ്രതിച്ഛായയ്ക്കും വിശ്വാസ്യതയ്ക്കും ഗുരുതരമായ മാനനഷ്ടം സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പരാതി. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഏത് സാഹചര്യത്തിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഈ ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്? രോഹിണി, 3 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ 500 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അസമിൽ നിന്നുമുള്ള കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ്, അതേപോലെ തന്നെ AICC സെക്രട്ടറി ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗ്, അസമിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭൂപേഷ് ബാഗൽ എന്നിവർക്കെതിരെയാണ് ഈ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യയ്ക്കെതിരെ അസം മുഖ്യമന്ത്രി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാൻ ബന്ധം, എലിസബത്ത് ഗൊഗോയ് ഒരു ബ്രിട്ടീഷ് പൗരത്വമുള്ള സ്ത്രീയാണ്. ഇവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട്. നേരത്തെ ഗൗരവ് ഗൊഗോയുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് 3 തവണയും വിവാഹത്തിന് ശേഷവും 9 തവണയും ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. മാത്രമല്ല, ഭാരതത്തിൽ നിന്നുമുള്ള ചില നിർണായക വിവരങ്ങൾ ഇവർ പാകിസ്ഥാന് കൈമാറി എന്നുള്ളത് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 45 പേജുള്ള റിപ്പോർട്ടാണ് ഇവർ പാകിസ്ഥാനിന് കൈമാറിയിരിക്കുന്നത്. അത് ഭാരതത്തിൻ്റെ കാലാവസ്ഥയും അതേപോലെ തന്നെ ഭാരത സർക്കാർ ഈ കാലാവസ്ഥാ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടുകളുമൊക്കെയാണ് ഇതിൽ വിശദീകരിച്ചത്. മാത്രമല്ല, ഈ ഭാരത സർക്കാരിനെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഇവരുടെ അജണ്ടകൾ ഭാരതത്തിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല, സർക്കാരിനെ മറികടന്ന് മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എലിസബത്ത് ഗൊഗോയ് ഈ പാകിസ്ഥാനിലേക്ക് റിപ്പോർട്ട് അയച്ചത്. പാകിസ്ഥാനിലെ ഒരു പൗരനുമായി ഇവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട്, അത് രാഷ്ട്രത്തിന് വലിയ തിരിച്ചടി നൽകും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നേരത്തെ ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചത്. എന്നാൽ ഹിമന്ത ബിശ്വ ശർമ്മ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് പ്രധാനമായും ഈ 3 കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. എന്നാൽ ഈ കോൺഗ്രസ് നേതാക്കളുടെ ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ തനിക്ക് ഗുരുതരമായ മാനനഷ്ടമുണ്ടാക്കിയെന്നും സമൂഹ മാധ്യമങ്ങൾ വഴി ഇത് വ്യാപകമായി പ്രചരിക്കുന്നത് തനിക്ക് കൂടുതൽ ഗുരുതരമായ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും തൻ്റെ മാനത്തിന് ഇത് കോട്ടം വന്നുവെന്നുമാണ് പ്രധാനമായും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 500 കോടി രൂപ 3 കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് മാനനഷ്ട കേസ് ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.